യുകെയിലേക്ക് സ്റ്റുഡൻ്റായി വരാനുള്ള എല്ലാ സ്റ്റെപ്പുമാണ് ഈ വീഡിയോയിലുള്ളത്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒബ്വിയസ്ലി യു കെ കൺട്രി ചൂസ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫായിട്ടും ഏജൻസി ആയിട്ടും അപ്ലൈ ചെയ്യാം. ഒറ്റക്കാണെങ്കിൽ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. സോ ബെറ്റർ ഗോ വിത്ത് ആൻ ഏജൻസി. നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസി തന്നെ ചൂസ് ചെയ്യണം. ആ ഏജൻസി നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഫീസ്, കോഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് തരും. സോ അവർക്ക് നമുക്ക് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യാനും സഹായിക്കും. ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ഇൻവിറ്റേഷൻ ആണ്. അതിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റ് പേയ്മെൻറ്റ് എത്ര ചെയ്യണമെന്നും അതുപോലെ IELTS വേണോ വേണ്ടയോ എന്നുള്ളതും ഉണ്ടാവും. ആൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും 65% എബവ് ഉണ്ടെങ്കിൽ IELTSൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഡെപ്പോസിറ്റ് ഫീ അടക്കണം. 3 to 5 lakh ആയിരിക്കും അപ്രോക്സിമേറ്റ് ഡെപ്പോസിറ്റ് ഫീ. അത് നമ്മുടെ ഫീ സ്ട്രക്ചറിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഓഫർ ലെറ്ററിൽ തന്നെ യൂണിവേഴ്സിറ്റി ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് വെച്ച് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ആഫ്റ്റർ 1 or 2 വീക്സിന് ശേഷം ക്യാഷ് കിട്ടും. ക്യാഷ് എന്നാൽ ഒഫീഷ്യലി നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ളതാണ്. ഈ ക്യാഷ് ഇമ്പോർട്ടൻ്റ് ആണ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ. ആഫ്റ്റർ ദാറ്റ് വിസയ്ക്ക് വേണ്ടിയുള്ള ഫണ്ടിങ് സ്റ്റാർട്ട് ചെയ്യണം. ഐദർ 28 days മെച്യൂർ ആയ ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ലോൺ ലെറ്ററോ കാണിച്ചാൽ മതി. ലോൺ ലെറ്റർ 1 വീക്കിനുള്ളിൽ കിട്ടും. ബട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ 28 days നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് കിടക്കണം. ഇനി ടോട്ടൽ എത്ര എമൗണ്ട് ഷോ മണി ആയിട്ട് കാണിക്കണം എന്നുള്ളതാണ്. ഇന്നർ ലണ്ടൻ ആണെങ്കിൽ 1334 into 9 months പ്ലസ് ട്യൂഷൻ ഫീ എത്ര ഇനി അടക്കാനുണ്ട് അതും. ഔട്ടർ ലണ്ടൻ ആണെങ്കിൽ 1023 into 9 months പ്ലസ് ബാലൻസ് ട്യൂഷൻ ഫീ. ടോട്ടൽ ഫീയിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഡിഡക്ട് ചെയ്തതാണ് ബാലൻസ് ട്യൂഷൻ ഫീ. ഇതിൽ ലെഫ്റ്റിലുള്ളത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലെറ്ററും റൈറ്റിലുള്ളത് ലോൺ ലെറ്ററും എക്സാമ്പിൾ ആണ്. ഈ ലെറ്റർ എടുത്തതിന് ശേഷം 28 daysനുള്ളിൽ തന്നെ വിസക്ക് അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് വിസ മെഡിക്കൽസ് ചെയ്യുക എന്നുള്ളതാണ്. നിയറസ്റ്റ് ടെസ്റ്റ് സെന്റർ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. എപ്പോഴും അപ്പോയിൻമെന്റ് വിളിച്ച് എടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇന്ത്യയിലുള്ള UK അപ്രൂവ്ഡ് മെഡിക്കൽ സെന്റേഴ്സ് ഇതിൽ നോക്കിയാൽ കാണാം. നിയറസ്റ്റ് വൺ ബുക്ക് ചെയ്ത് പോയാൽ മാത്രം മതി. മെഡിക്കലിന് പോകുമ്പോൾ 3 to 4 വിസ ടൈപ്പ് ഫോട്ടോസും പാസ്പോർട്ട് ആൻഡ് ചിലപ്പോൾ ഓഫർ ലെറ്ററും ചോദിക്കും. ആൻഡ് ദി ഫൈനൽ ടാസ്ക് വിസ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുക. അതിനുവേണ്ടി വിസ ഫീസ്, ഹെൽത്ത് ചാർജ് പേയ്മെന്റ് നടത്തണം. അതിനുശേഷം സ്ലോട്ട് ബുക്ക് ചെയ്യണം ഫോർ ബയോമെട്രിക്സ്. വിസ ഫീസ് ഏകദേശം 36,000ഉം IHS ചാർജ് 80 to 90,000ഉം അത് കോഴ്സ് ഡ്യൂറേഷൻ അനുസരിച്ചാണ് ഉണ്ടാവുക. 3 year UG കോഴ്സ് ആണെങ്കിൽ ഇതിലും കൂടും. വിസ ടൈപ്പിൽ സ്റ്റാൻഡേർഡ് ആണ് ഏറ്റവും കുറഞ്ഞ എമൗണ്ട്. അത് 10 to 14 days എടുക്കും വിസ കയ്യിൽ കിട്ടാൻ. പ്രയോറിറ്റി ആണെങ്കിൽ 5th day തന്നെ കിട്ടും. ആൻഡ് സൂപ്പർ പ്രയോറിറ്റി എബവ് 1 lakh ആണ്. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യില്ല. ആൻഡ് ഇത് ചെക്ക് ലിസ്റ്റ് എന്തെല്ലാം BFS ഓഫീസിലേക്ക് എടുക്കണം എന്നുള്ളതാണ് ഇതിൽ. ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ്, വിസ ആപ്ലിക്കേഷൻ ഫോം, വിസ പേയ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടും. ഇതെല്ലാം ഈസിയായി തന്നെ ഏജൻസി നമുക്ക് എടുത്തു തരും. സോ ഡോണ്ട് വറി. ആൻഡ് ദി ഫൈനൽ പ്രൊസീജിയർ VFS ഓഫീസിൽ ബയോമെട്രിക് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് വിസക്കുള്ള വെയിറ്റിംഗ്. മാക്സിമം 20 daysനുള്ളിൽ തന്നെ സ്റ്റാൻഡേർഡ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും വിസ കിട്ടും. വിസ കിട്ടിയതിന് ശേഷം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക, UK ഫ്ലൈ ചെയ്യുക. ഐ ഹോപ്പ് 3 minutes എല്ലാ സ്റ്റെപ്സും ഞാൻ പറഞ്ഞു എന്ന്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ